ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. സുധാ കോങ്കരയുടെ സംവിധാനത്തിൽ സൂര്യ നായകനെത്തുന്ന സിനിമ എന്ന പേരിൽ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയാണല്ലോ സൂര്യ 43. പിന്നീട് ഷൂട്ടിംഗ് എല്ലാം തന്നെ തൽക്കാലത്തേക്ക് നീട്ടിവെച്ചു എന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്ന സിനിമ ഇപ്പോഴത്തെ സൂര്യ സുധാ കോംബോയിൽ വരില്ല എന്നും മറ്റൊരു നടനെ വെച്ച് സിനിമ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു സുധ എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ധനുഷിനോടും ശിവകാർത്തികേയനോടും കഥ പറഞ്ഞു കഴിഞ്ഞുവെന്നും ഇതിൽ ധനുഷ് കൺഫേം ആക്കപ്പെട്ടു എന്നൊക്കെ അൺഒഫീഷ്യൽ റൂമർ എല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയ്ക്ക് പകരം സുധ സൂര്യ കോംബോയിൽ മറ്റൊരു സിനിമ ഭാവിയിൽ വന്നേക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ബോളിവുഡിൽ നിന്നും ഈ ജൂലൈ മാസം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷൻ എല്ലാം തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു കോമഡി എന്റർടൈനർ സിനിമയാണ് ബാഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് എന്ന വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ അക്ഷയ് കുമാറിന്റെ വൻ വിജയം നേടിയെടുത്ത സിനിമയുടെ മേക്കേഴ്സിന്റെ ഏറ്റവും പുതിയ സിനിമയായ ബാഡ് ന്യൂസ് ജൂലൈ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. അങ്ങനെ ഒരുപാട് നാളുകളായിട്ട് കാത്തിരുന്ന അജിത്തിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വിടാമുയർച്ചി അപ്ഡേറ്റിംഗ് എത്തിയിരിക്കുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന വിടാമുയർച്ചി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ വൈകിട്ട് 7:03 പുറത്തു വരുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. കാത്തിരിക്കാം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുവാനായിട്ട്. ബേസൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ലാലേട്ടനാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതിയും പുറത്തു വന്നിരിക്കുകയാണ്. സരിഗമ നിർമ്മിക്കുന്ന സിനിമ വരുന്ന ഓഗസ്റ്റ് 15 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മറ്റൊരു വമ്പൻ മലയാളം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ ഒപ്പം തന്നെ ടൈറ്റിൽ ടീസർ എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. RDXന് ശേഷം സോഫിയ പോൾ നിർമ്മിക്കുന്ന ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയ്ക്ക് കൊണ്ടൽ എന്ന് പേരിട്ടിരിക്കുകയാണ്. ചിത്രത്തിൽ ആന്റണി വർഗീസ് നായകനെത്തുന്നു. മാസ് സിനിമ ഒപ്പം തന്നെ കടൽ പശ്ചാത്തലമാക്കി വരാനായിട്ടിരിക്കുന്ന സിനിമ ഈ വർഷം ഓണം റിലീസായിട്ട് സെപ്റ്റംബർ 13 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്ത് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന മോളിവുഡിലെ വമ്പൻ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ എമ്പുരാൻ. L2 എമ്പുരാന്റെ ചിത്രീകരണം നിലവിൽ ഗുജറാത്തിൽ നടക്കുകയാണ്. L360 എന്ന സിനിമയിലെ ലാലേട്ടന്റെ ഷെഡ്യൂൾ എല്ലാം തന്നെ പൂർത്തിയാക്കി ലാലേട്ടൻ ഇപ്പോഴത്തെ എമ്പുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടിരിക്കുകയാണ്. ജൂലൈ ആദ്യ ആഴ്ച, അതായത് വരുന്ന ആഴ്ച ലാലേട്ടൻ എമ്പുരാനിലേക്ക് ജോയിൻ ചെയ്യുമെന്നും ജുറാത്തിൽ ജൂലൈ അവസാന വാരം വരെ ലാലേട്ടന് ഷെഡ്യൂൾ ഉണ്ട് എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എമ്പുരാൻ അടുത്ത വർഷം മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തും. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾ കേട്ട്.